എങ്ങനെയുണ്ട് ടീ മോളെ? സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇനി വടി തീർന്നു, ലോലിപോപ്പ് തീർന്നു. ഈ തറേ ഉണ്ടാക്കി തിന്നണം. വേണ്ടായോ മമ്മ? ടേസ്റ്റായി. എല്ലാരും ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേട്ടാ. അപ്പോൾ നമ്മുടെ ടി എം മോൾക്ക് ഭയങ്കര ഇഷ്ടമാവുകയും അതുപോലെ ടി എം മോൾ ഇനിയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ലോലിപോപ്പ് ഇതാണ്. വളരെ എളുപ്പമാണ് ഈ ഒരു ലോലിപോപ്പ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ റോബസ്റ്റ് പഴത്തിൻ്റെ തൊലി ഒന്ന് മാറ്റാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് കുത്തി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ലോലിപോപ്പിൻ്റെ ഒക്കെ പോലെ ആ ഒരു ഷേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിക്ക് കുത്തി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ടൂത്ത് പിക്ക് ഓരോന്നും എടുത്തിട്ട് അതിലിട്ട് ഇതിങ്ങനെ കുത്തി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ പഴത്തിൽ മുഴുവനായിട്ട് അങ്ങനെ സ്റ്റിക്ക് കുത്തി വെച്ചു, ഗ്യാപ്പിട്ട് കുത്തി വെച്ചു. ഇനി നമുക്ക് അത് പഴം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആ ലോലിപോപ്പ് കുത്തിയതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കട്ടി കൂടിപ്പോയി, കണ്ടില്ലേ? കുറച്ച് കനത്തിലാണ് ഞാൻ കഷ്ണങ്ങളാക്കിയത്, നല്ല ബോൾ പോലെ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ അത്രയും കട്ട് ചെയ്തപ്പോൾ നമ്മുടെ സ്റ്റിക്ക് അതുമ്പോൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര ലൂസായി പോവായിരുന്നു. അപ്പോൾ ഞാനതൊന്നുകൂടി കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിക്കുകൾ കുത്തി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിക്കുമ്പോൾ നിന്നത്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ വാനില കസ്റ്റർഡ് പൗഡറാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കൂടുതലാണ്. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക, ഒരു നുള്ളു ഉപ്പ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത്രയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം പൊടികളും നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കണം. കട്ടയൊന്നുമില്ലാതെ ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ബാറ്റർ റെഡിയാക്കുക എന്ന് പറയുമ്പോൾ ഒത്തിരി വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കരുത്, അപ്പോൾ ഭയങ്കരമായിട്ട് ലൂസായി പോവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമ്മൾ സാധാരണ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ബാറ്ററിൻ്റെ. അപ്പം കാരണം ഒത്തിരി കട്ടി കൂടിയാലും ഒത്തിരി കട്ടി കുറഞ്ഞാലും അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മൾ സ്റ്റിക്ക് കുത്തി വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, ആ പഴം ലോലിപോപ്പ് നമുക്ക് ബാറ്ററിലോട്ട് മുക്കി നന്നായിട്ട് ബാറ്റർ ആ ഒരു പഴത്തിൻ്റെ മുകളിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്കത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് തീ മീഡിയത്തിൽ വെച്ചിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തീ കുറച്ചും വയ്ക്കരുത്, അപ്പോൾ ഒത്തിരി എണ്ണ അതിനുള്ളിലോട്ട് കയറും ചെയ്യും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് നമുക്കതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബനാന ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല അടിപൊളി ലോലിപോപ്പാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും, കുട്ടികൾക്ക് നല്ല മുതിർന്നവർക്ക് ഒത്തിരി ഇഷ്ടമാവും. പിന്നെ തീരെ കുഞ്ഞിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിക്ക് ഇല്ലാണ്ട് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം ആ സ്റ്റിക്ക് വായിൽ കുത്തുകയും വേദനയ്ക്കൊക്കെ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതെ ഫ്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് നമ്മൾ കസ്റ്റാർഡ് പൗഡറൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ സാധാരണ കഴിക്കുന്ന നമ്മൾ നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു പഴംപൊരിയുടെ ടേസ്റ്റ് അല്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്